നമസ്കാരം. സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ദോഷമാണോ? സൂര്യാസ്തമയം മുതൽ പ്രകൃതിയിലെ പല രാസമാറ്റങ്ങളും കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വയ്ക്കുന്നതിന് അരനിമിഷം മുൻപ് പുറത്ത് വിളക്ക് കൊളുത്തി വയ്ക്കണമെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച് പല യുക്തിവാദികളും അതിനെ തകർക്കാനും എതിർക്കാനും ഒക്കെ വന്ന കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സന്ധ്യാസമയത്ത് വിളക്കുകൾ കൊളുത്തി വയ്ക്കുമ്പോൾ സന്ധ്യ എന്ന് പറയുന്ന സമയത്ത് ത്രിസന്ധ്യ സമയത്ത് പല രാസമാറ്റങ്ങളും പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. ഈ രാസമാറ്റങ്ങൾ അത് സയന്റിഫിക് ആണ്. പ്രകൃതിയിൽ രാസമാറ്റങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രകൃതിയിലും വീടിന് ചുറ്റുപാടുമൊക്കെ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്നതിന് അരനാഴിക മുൻപെങ്കിലും പുറത്ത് വിളക്ക് കൊളുത്തി വയ്ക്കണം, വടക്കോട്ടുള്ള വാതിലുകൾ അടച്ചിടണം, വീട്ടിലെ വടക്കോട്ടുള്ള വാതിലുകൾ അടച്ചിടണം എന്നൊക്കെ പറയാറ്. ആ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നത്. പണ്ട് കാലത്ത് പഴമക്കാര് സന്ധ്യാസമയം കഴിഞ്ഞാൽ ത്രിസന്ധ്യ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുതെന്ന് പറയാൻ കാരണം അന്ന് മണ്ണെണ്ണ വിളക്കുകളോ ചെറിയ റാന്തലുകളോ ഒക്കെ ഉള്ളൂ. ചിലപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന ആ ശീലമാണ് പണ്ട് ഉണ്ടായിരുന്നത്. നേരത്തെ കിടക്കാം, നേരത്തെ എഴുന്നേൽക്കാം. അപ്പൊ സന്ധ്യ കഴിഞ്ഞാൽ വിളക്ക് വളരെ ചെറുതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് പല പ്രാണികളും കീടങ്ങളും ഒക്കെ വന്ന് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മുടെ ഭക്ഷണത്തോടൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് വിഷാംശം ബാധിക്കുകയും രോഗങ്ങൾ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ത്രിസന്ധ്യാസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ഒന്നുകിൽ സന്ധ്യയ്ക്ക് മുൻപ് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അകത്ത് നമ്മൾ പൂജാമുറിയിലോ വീടിനകത്തോ വിളക്കുകൾ കൊളുത്തി വയ്ക്കുന്നതിന് തൊട്ട് മുൻപ് അരനാഴിക മുൻപ് പുറത്തെ വിളക്ക് കൊളുത്തി വെച്ച് നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ എനർജി ഉണ്ടാവാനായിട്ട്, നമ്മളുടെ ഓരോ വ്യക്തികൾക്കും കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് എനർജി കൂടുതൽ വരാനായിട്ട് നമ്മൾ ഒരു വിളക്ക് പുറത്ത് കൊളുത്തി വെക്കുമ്പോൾ കീടങ്ങളും പ്രാണികളും നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ഈയാമ്പാറ്റയും ഒക്കെ വരും. അപ്പൊ ഇതെല്ലാം ഈ വിളക്കിലേക്ക് വന്ന് ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ചു കഴിയുമ്പോൾ നമ്മൾ വീട്ടിനകത്ത് വിളക്ക് കൊളുത്തി വയ്ക്കുമ്പോൾ അതിലേക്ക് വരവ് കുറയും. ഈ രാസമാറ്റങ്ങളുടെ ആ ഒരു ദോഷഫലം നമ്മളിലേക്ക് വരുന്നത് കുറയും. അതുപോലെ തന്നെ ആ സമയത്ത് വടക്കോട്ടുള്ള വാതിലുകൾ അടച്ചിടുക. ഈ ധനം വന്ന് ചേരുക എന്ന് പറഞ്ഞാൽ വിളക്ക് കൊളുത്തുമ്പോൾ വടക്കോട്ടുള്ള വാതിൽ അടച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ധനം വന്ന് നിറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് വീട്ടിലുള്ള ആ 4-5 അംഗങ്ങളുണ്ടെങ്കിൽ 5 അംഗങ്ങൾക്ക് എന്നും അസുഖങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ ആശുപത്രികളിൽ കൊടുക്കാനും കിട്ടുന്ന പൈസ മുഴുവൻ നശിച്ചു പോകാനും ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും സമ്പാദിക്കാനോ കിട്ടുന്ന പണം നിലനിൽക്കാനോ സാധിക്കാതെ വരും. അപ്പോൾ നമ്മുടെ ധനസ്രോതസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എനർജി വടക്ക് വശത്തെ വാതിലിലൂടെ തെക്ക് നിന്ന് ഇറങ്ങി വന്ന് വടക്ക് വശത്തെ വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാനാണ് വടക്ക് വാതിൽ അടച്ചിടാൻ പറയുന്നത്. അപ്പൊ ഈ സമയത്ത് പല രാസമാറ്റങ്ങളും പ്രകൃതിയിൽ കാണുന്നത് കൊണ്ട് ഇരുട്ട് പരക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഭക്ഷണം കഴിക്കുക. സന്ധ്യാസമയത്ത് ഇതിലും ഭക്ഷണം കഴിക്കുമ്പോൾ വിഷാംശങ്ങളും മാലിന്യങ്ങളും ഭക്ഷണത്തിൽ കലരും. അത് നമുക്ക് ദോഷപ്രദമായതുകൊണ്ട് തന്നെയാണ് സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കരുത്, അത് ദോഷമാണ് എന്ന് പറയാനായിട്ട് കഴിയുന്നത്. ആ സമയത്ത് ജപവും പ്രാർത്ഥനകളും നിരന്തരമായിട്ട് ചെയ്യാം.